ഹായ് ഓൾ ഇൻവെസ്റ്റ് കേരളയുടെ ടുഡേയ്സ് മാർക്കറ്റ് ആൻഡ് ടുമോറോസ് ഔട്ട്ലുക്കിലേക്ക് എല്ലാ വ്യൂവേഴ്സിനും സ്വാഗതം. ഇന്ന് ഇന്ത്യൻ ഷെയർ മാർക്കറ്റിൽ ഒരു അപ്മൂവ് ആയിരുന്നു ദൃശ്യമായത്. അതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഗ്ലോബൽ ഇൻഡെക്സുകൾ തന്നെയാണ്. പല ഗ്ലോബൽ ഇൻഡെക്സുകളിലും ഒരു പോസിറ്റീവ് മോഡായിരുന്നു ഇന്ന് ദൃശ്യമായത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഇൻഡെക്സുകളും ഒരു അപ് ട്രെൻഡിലായിരുന്നു ഇന്ന് മൂവ് ചെയ്തത്. മെയിനായി ഇന്ന് മാർക്കറ്റിൽ ബൈയിങ് കണ്ടത് ഫൈനാൻഷ്യൽ സെക്ടറിൽ നിന്നാണ്. ബാങ്കിങ് അതുപോലെ ഫൈനാൻഷ്യൽ സെക്ടറിൽ ഇന്നൊരു അപ് ട്രെൻഡ് ആയിരുന്നു ദൃശ്യമായത്. അതുതന്നെയാണ് ഇന്ന് സെൻസെക്സിനെയും നിഫ്റ്റിയെയും പ്രധാനമായും സപ്പോർട്ട് ചെയ്ത ഒരു ഘടകം. ഇന്ന് നിഫ്റ്റി 50 94 പോയിന്റോളം അപ്പായി 11,466 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഓട്ടോ 13 പോയിന്റോളം അപ്പായി 7,948 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ബാങ്ക് 533 പോയിന്റോളം അപ്പായി 22,833 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി എനർജി 14 പോയിന്റോളം ഡൗൺ ആയി 16,071 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസ് 230 പോയിന്റോളം അപ്പായി 11,256 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി FMCG 37 പോയിന്റോളം അപ്പായി 31,642 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി IT 54 പോയിന്റോളം ഡൗൺ ആയി 18,010 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി മെറ്റൽ 2 പോയിന്റോളം അപ്പായി 2,526 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഫാമ 42 പോയിന്റോളം ഡൗൺ ആയി 11,572 പോയിന്റിലും നിഫ്റ്റി PSU ബാങ്ക് 3 പോയിന്റോളം അപ്പായി 1,486 പോയിന്റിലുമാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി 50ലെ ടോപ്പ് ഗെയിനേഴ്സ് സി എന്റർടൈൻമെന്റ്, കോട്ടക് ബാങ്ക്, ഇൻഡസ്ലൻഡ് ബാങ്ക്, ബജാജ് ഫൈനാൻസ്, HDFC ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകളായിരുന്നു. ടോപ്പ് ലൂസേഴ്സ് എന്ന് പറയുന്നത് പവർ ഗ്രിഡ്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, അദാനി പോർട്ട്, ഹിൻഡാൽകോ അതുപോലെ ഗ്രാസം തുടങ്ങിയ സ്റ്റോക്കുകളിലായിരുന്നു ഒരു പ്രഷർ ഇന്ന് ദൃശ്യമായത്. ഇന്ന് സെൻസെക്സ് 364 പോയിന്റോളം അപ്പായി 38,799 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. സെൻസെക്സിലെ ടോപ്പ് ഗെയിനേഴ്സ് കോട്ടക് ബാങ്ക്, ഇൻഡസ്ലൻഡ് ബാങ്ക്, ബജാജ് ഫിനാൻസ്, HDFC ബാങ്ക്, ICICI ബാങ്ക്, ബജാജ് ഫിൻസർവീസ് തുടങ്ങിയ സ്റ്റോക്കുകളായിരുന്നു. സെൻസെക്സിലെ ടോപ്പ് ലൂസേഴ്സ് TCS, HCL ടെക്, ITC അതുപോലെ L&T തുടങ്ങിയ സ്റ്റോക്കുകളിലായിരുന്നു ഒരു പ്രഷർ ഇന്ന് ദൃശ്യമായത്. ഏഷ്യർ മോട്ടോർ സ്റ്റോക്കിൽ ഒരു ഫ്ലക്ച്വേഷൻ ദൃശ്യമായിരുന്നു. അതിന്റെ കാരണം എന്ന് പറയുന്നത് സ്റ്റോക്ക് സ്പ്ലിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എഫക്റ്റ് ആയിരുന്നു ഇന്ന് സ്റ്റോക്കിൽ ദൃശ്യമായത്. മിൻഡ ഇൻഡസ്ട്രി സ്റ്റോക്കുകളിൽ ഇന്നൊരു പ്രഷർ ദൃശ്യമായിരുന്നു. അതിനുള്ള റീസൺ എന്ന് പറയുന്നത് അവരുടെ വീക്ക് റിസൾട്ട് തന്നെയായിരുന്നു. അതുപോലെ അവരുടെ റൈറ്റ് ഇഷ്യൂ നാളെയാണ് തുടങ്ങുന്നത്. അതും ഈ സ്റ്റോക്കിനെ ഒരു ഫ്ലക്ച്വേഷൻ മോഡിലേക്ക് നയിച്ചിരുന്നു. ഒരു സമയത്ത് സ്റ്റോക്ക് ഏകദേശം 4% ഡൗണിലേക്ക് മൂവ് ചെയ്തിരുന്നു. അതിൽ നിന്നും അപ്പിലേക്ക് വന്നുകൊണ്ടാണ് ഈ സ്റ്റോക്ക് ഇന്ന് ക്ലോസ് ചെയ്തത്. ഫ്യൂച്ചർ റീറ്റെയിൽ സ്റ്റോക്കിൽ ഇന്നൊരു പ്രഷർ നേരിട്ടിരുന്നു. സ്റ്റോക്ക് ഏകദേശം 6% ഡൗൺ ആയാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് അവരുടെ ഇൻട്രസ്റ്റ് പേയ്മെന്റ് കാലാവധി ഇന്നാണ് ഡെഡ് ലൈൻ. അതായത് ഫോറിൻ കറൻസി കൺവേർട്ടബിൾ ബോണ്ടിന്റെ ഇൻട്രസ്റ്റ് റീപേയ്മെന്റ് ഡെഡ് ലൈൻ ഇന്നായിരുന്നു. അതായിരുന്നു സ്റ്റോക്കിൽ ഇന്നൊരു പ്രഷർ ദൃശ്യമായത്. ദിവാൻ ഹൗസിംഗ് സ്റ്റോക്കിൽ ഇന്നൊരു ഫ്ലക്ച്വേഷൻ ദൃശ്യമായിരുന്നു. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് അവരുടെ റിസൾട്ട് തന്നെയാണ്. ഒരു പ്രോഫിറ്റ് ആണ് ഈ ക്വാർട്ടറിൽ റിപ്പോർട്ട് ചെയ്തത്. ലാസ്റ്റ് ക്വാർട്ടറിൽ ഒരു ലോസ് ആയിരുന്നു റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ ആ ഒരു അപ് ട്രെൻഡ് സ്റ്റോക്കിന് ഹോൾഡ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. ഒരു നെഗറ്റീവിലേക്ക് സ്റ്റോക്ക് പിന്നീട് സ്ലിപ്പ് ചെയ്യുകയാണ് ഉണ്ടായത്. BHEL സ്റ്റോക്കിൽ ഇന്നൊരു അപ്മൂവ് ദൃശ്യമായിരുന്നു. അതിനുള്ള റീസൺ എന്ന് പറയുന്നത് അവർക്കൊരു പുതിയ ഓർഡർ ലഭിച്ചെന്നൊരു ന്യൂസ് ഉണ്ടായിരുന്നു. അതായിരുന്നു സ്റ്റോക്കിനെ ഇന്നൊരു പോസിറ്റീവായി എഫക്റ്റ് ചെയ്തത്. ഗ്രാനുൽ ഇന്ത്യ സ്റ്റോക്കിൽ ഇന്നൊരു അപ്മൂവ് ദൃശ്യമായിരുന്നു. അതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് US FDAയുടെ ഒരു അപ്രൂവൽ തന്നെയായിരുന്നു സ്റ്റോക്കിനെ ഒരു പോസിറ്റീവ് മോഡിലേക്ക് നയിച്ചത്. ഓറിയന്റൽ ബെൽ സ്റ്റോക്കുകളിൽ ഇന്നൊരു അപ്മൂവ് ദൃശ്യമായിരുന്നു. അതിനുള്ള കാരണം എന്ന് പറയുന്നത് പൊറിഞ്ചു വലിയത് ഈ കമ്പനിയിൽ സ്റ്റേക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നൊരു ന്യൂസ് വന്നിരുന്നു. അതായിരുന്നു സ്റ്റോക്കിനെ ഇന്നൊരു അപ്പിലേക്ക് നയിച്ചത്. LIC ഹൗസിംഗ് ഫൈനാൻസ് സ്റ്റോക്കിൽ ഇന്നൊരു പ്രഷർ ദൃശ്യമായിരുന്നു. അതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് അവരുടെ റിസൾട്ട് ഇന്നാണ് വരുന്നത്. അതായിരുന്നു സ്റ്റോക്കിൽ ഇന്നൊരു പ്രഷർ ദൃശ്യമായത്. ഗുജറാത്ത് പൈപ്പ് ലൈൻ സ്റ്റോക്കിൽ ഇന്നൊരു അപ്മൂവ് ദൃശ്യമായിരുന്നു. അതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഏകദേശം 700 കോടി രൂപയോളം വരുന്ന ഒരു എക്സ്പാൻഷൻ പ്ലാനിന് അവരുടെ മാനേജ്മെന്റ് ബോർഡ് അപ്രൂവൽ നൽകിയിരുന്നു. അതായിരുന്നു സ്റ്റോക്കിനെ ഇന്നൊരു പോസിറ്റീവായി എഫക്റ്റ് ചെയ്തത്. ഇന്ത്യ ബുൾസ് ഹൗസിംഗ് സ്റ്റോക്കുകളിൽ ഒരു ഡൗൺ ട്രെൻഡ് ദൃശ്യമായിരുന്നു. അതിനുള്ള റീസൺ എന്ന് പറയുന്നത് അവരുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിരുന്നു. നെറ്റ് പ്രോഫിറ്റിൽ ഒരു റിഡക്ഷൻ ആണ് റിപ്പോർട്ട് ചെയ്തത്. അതായിരുന്നു സ്റ്റോക്കിനെ ഇന്നൊരു പ്രഷറിലേക്ക് നയിച്ചത്. ഗോഡ്ഫ്രെ ഫിലിപ്പ് സ്റ്റോക്കുകളിൽ ഒരു പ്രഷർ ദൃശ്യമായിരുന്നു. അതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് അവരുടെ റിസൾട്ട് തന്നെയാണ്. അവരുടെ ഇൻകത്തിലും അതുപോലെ അവരുടെ പ്രോഫിറ്റിലും ഒരു റിഡക്ഷൻ സംഭവിച്ചിരുന്നു. അതുതന്നെയായിരുന്നു സ്റ്റോക്കിൽ ഒരു പ്രഷർ ദൃശ്യമാവാനും അതുപോലെ സ്റ്റോക്ക് ഡൗണിലേക്ക് മൂവ് ചെയ്യാനുമുള്ള പ്രധാന കാരണമായി മാറിയത്. ICICI ലംബാർഡ് സ്റ്റോക്കിൽ ഇന്നൊരു ഡൗൺ ട്രെൻഡ് ആയിരുന്നു ദൃശ്യമായത്. അതിന്റെ മേജർ റീസൺ എന്ന് പറയുന്നത് അവരുടെ ഒരു അക്വസിഷൻ ന്യൂസ് ഉണ്ടായിരുന്നു. അതിന് സ്റ്റോക്കിൽ ഒരു നെഗറ്റീവ് എഫക്റ്റ് ആണ് സൃഷ്ടിച്ചത്.
സി എന്റർടൈൻമെന്റ് സ്റ്റോക്കിൽ ഒരു അപ്മൂവാണ് കണ്ടത്. അതിനുള്ള റീസൺ എന്ന് പറയുന്നത് അവരുടെ ഡയറക്ടർ ഈ സ്റ്റോക്കിൽ ഹോൾഡിംഗ്സ് വർദ്ധിപ്പിച്ചെന്നൊരു ന്യൂസ് വന്നിരുന്നു. അതിന് ഈ സ്റ്റോക്കിനെ ഒരു പോസിറ്റീവായാണ് എഫക്റ്റ് ചെയ്തത്. ഓയിൽ ഇന്ത്യ സ്റ്റോക്കുകളിൽ ഒരു ഡൗൺ ട്രെൻഡ് ദൃശ്യമായിരുന്നു. അതിന്റെ കാരണം എന്ന് പറയുന്നത് അവരുടെ വീക്ക് റിസൾട്ട് തന്നെയാണ്. ഒരു ലോസ് ആയിരുന്നു റിപ്പോർട്ട് ചെയ്തത്. ഹിസ്റ്ററിയിൽ രണ്ടാമതായാണ് ഈ കമ്പനി ഒരു ലോസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതുതന്നെയാണ് ഈ സ്റ്റോക്കിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത്. സ്റ്റെർലൈറ്റ് ടെക്നോളജി സ്റ്റോക്കുകളിൽ ഇന്നൊരു അപ്മൂവ് ദൃശ്യമായിരുന്നു. അതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് 5G അതുപോലെ വയർലെസ് ഏരിയകളുടെ ഗ്രോത്ത് സംബന്ധിച്ച ഒരു കമന്റ് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതിനുവേണ്ടി അവർ കൂടുതൽ ആൾക്കാരെ ഹയർ ചെയ്യുമെന്നൊരു ന്യൂസും ഉണ്ടായിരുന്നു. അതായിരുന്നു സ്റ്റോക്കിൽ ഇന്നൊരു പോസിറ്റീവ് മൂവ്മെന്റ് ഉണ്ടാക്കിയത്. സ്റ്റോക്ക് ഇന്ന് ഏകദേശം 14% അപ്പിലാണ് ക്ലോസ് ചെയ്തത്. PNB സ്റ്റോക്കിൽ ഒരു പ്രഷർ ദൃശ്യമായിരുന്നു. അതിന്റെ റീസൺ എന്ന് പറയുന്നത് അവരുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിരുന്നു. ഒരു പ്രോഫിറ്റ് ആയിരുന്നു റിപ്പോർട്ട് ചെയ്തത്. എന്നാലും അവരുടെ ബാഡ് ലോണിലുള്ള പ്രൊവിഷൻസ് ഡബിൾ ആയത് ഒരു കൺസേൺ സൃഷ്ടിച്ചിരുന്നു. അതുതന്നെയാണ് സ്റ്റോക്കിൽ ഇന്നൊരു നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടായത്. ഇനി നമുക്ക് ഇന്ത്യൻ ഷെയർ മാർക്കറ്റിലെ നാളത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെക്ക് ചെയ്യാം.